അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മൈദയൊന്നും ഉപയോഗിക്കാതെ റവ കൊണ്ടുള്ളൊരു പിസ്സയാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതും ഓവനൊന്നും ഇല്ലാതെ ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പിസ്സയുടെ റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്ത റവയാണ് കേട്ടോ. ഈ റവയെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റവയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോവരുത്, 1 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ. അപ്പോൾ ഇവയെല്ലാം കൂടെ നമുക്കിനി നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഈ പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തെന്ന് കരുതിയിട്ട് പിസയ്ക്ക് മധുരമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി ഈ പൊടി നമുക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. അധികം പുളിയില്ലാത്ത തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കുന്നത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഒരു 1/4 കപ്പ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. 1/4 കപ്പ് തൈര് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഈ മാവിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം ഒരു 4 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പോലെ നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിത് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ ഒരു കട്ടിക്കനുസരിച്ച് ചിലപ്പോൾ തൈരിൻ്റെ അളവിലോ വെള്ളത്തിൻ്റെ അളവിലോ കുറച്ച് മാറ്റം വന്നേക്കാം. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടുന്ന പോലെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. തൈരാണെങ്കിലും വെള്ളമാണെങ്കിലും അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റായി കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി മാവ് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ നല്ലതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഈ ചപ്പാത്തി പലകയിലേക്ക് ഞാൻ കുറച്ച് റവ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റവ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന മാവ് നമുക്കിനി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഒരുപാടങ്ങ് കട്ടി കുറയാതെ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ മാവൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ബട്ടർ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ പതിയെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇതുപോലെ തേച്ച് കൊടുക്കാം.
പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. അപ്പോൾ ചീസ് ഞാൻ ഇതുപോലെ കുറച്ച് വെതറി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചീസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളറിലുള്ള ക്യാപ്സിക്കം കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കൂടാതെ കുറച്ച് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. തക്കാളി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ ആ കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ കുറച്ച് ബ്ലാക്ക് ഒലിവ് കായും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത ഈ സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചെടുത്തത് കുറച്ച് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം മുകളിലൂടെ. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 4 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. കറക്റ്റ് 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 4 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് പിസ്സയൊക്കെ ചെയ്യുമ്പോൾ ആ മൊസറല്ല ചീസ് നന്നായിട്ട് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂടി ഫുള്ളായിട്ട് തുറന്ന് ആവി വെളിയിലേക്ക് കളയാതെ പതിയെ ഇതുപോലെ തുറന്ന് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഇതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ വെള്ളം കൂടെ ആ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആവി നന്നായിട്ട് തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചീസ് മെൽറ്റായിട്ട് കിട്ടും. നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ആകരുത്. അതുപോലെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തത്. വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചീസൊക്കെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 2 നുള്ള ഒറിഗാനോ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ മൈദയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് സമയമാകാതെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനി നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ നമ്മൾ ഓവനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് ചീസ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റവ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.